നീ രാവിലെ തന്നെ ഇറങ്ങിയോ? ഇല്ലമ്മേ, അവിടുത്തെ പണികളെല്ലാം തീർത്തിട്ട് ഇറങ്ങിയത്. പിന്നെ പെട്ടെന്ന് വണ്ടി കിട്ടിയതുകൊണ്ട് നേരത്തെ എത്തി. സുമേഷ് എവിടെ? ഇല്ല, വന്നില്ല. ഉണ്ണി എവിടെ? അവൻ കണ്ണൂർ എവിടെയോ ഒരു കോഴ്സിന് പോയതാ. ഇപ്പൊ പുതിയ കോഴ്സിനൊക്കെ പോകാൻ തുടങ്ങിയോ? മുമ്പ് ചേച്ചി ഇല്ലാതെ എവിടെയും പോകാൻ പറ്റില്ലായിരുന്നല്ലോ. ഓ, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. നീ വാ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ വേണ്ട, എന്തെങ്കിലും വന്ന് കഴിക്ക്. എടി, ആ മുറി ഇപ്പൊ ഉണ്ണിയാ ഉപയോഗിക്കുന്നത്. അമ്മേ, എന്റെ ഡ്രസ്സൊക്കെ എവിടെ? അതൊക്കെ പഴയതല്ലേ മോളെ. നല്ലതുണ്ടായിരുന്നത് ആ മീനാക്ഷിയുടെ മോള് വന്നപ്പോൾ അവൾക്ക് കൊടുത്തു. അലമാരയിലെ സ്ഥലം കളയണ്ടല്ലോ എന്നും പറഞ്ഞ് ബാക്കിയുള്ളത് അവൻ ആ അനാഥാലയത്തിലേക്ക് കൊടുത്തു. അല്ല, നീ ഇപ്പൊ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലേ? നീ പോയതിൽ പിന്നെ ഈ മുറി ഇപ്പൊ ഉണ്ണിയാ ഉപയോഗിക്കുന്നത്. നീ അച്ഛൻ കിടന്ന റൂമിൽ പോക്കോ. അമ്മ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോലും വന്നപ്പോൾ ഇല്ലാത്ത മാറ്റം എന്താ ഇങ്ങനെ? കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ നീ സുമേഷിൻ്റെ കൂടെയല്ലേ വന്നത്? ആ 2 തവണ വന്നപ്പോഴും അരമണിക്കൂർ തികച്ച് നീ ഇവിടെ നിന്നിട്ടില്ല. അല്ലേ, നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ അലമാരിയിൽ നൈറ്റി ഇരിപ്പുണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണം എടുത്തിട്. നന്ദു, നീ എപ്പോ വന്നു? ഞാൻ ഇന്നലെ വന്നു. നീ തനിച്ചേ ഉള്ളോ? സുമേഷ് ഇല്ലേ? ഇല്ല, വന്നില്ല. നിനക്ക് സുഖല്ലേ? നിനക്കെപ്പോഴും എന്നോട് പിണക്കാണല്ലേ? പിണക്കോ? എനിക്കോ? ഹേയ്, വേണ്ട, നുണ പറയണ്ട. പിന്നെ സുമേഷ് എന്ത് പറയുന്നു? എന്തു പറയാൻ? ഞാൻ നിന്നെ വഞ്ചിച്ചൊന്നും തോന്നുന്നുണ്ടോ? നന്ദു, സുമേഷ് ചേട്ടൻ എൻ്റെ കഴുത്തിലെ താലി കെട്ടുന്ന നിമിഷം വരെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നീ എന്നെ തേടി വരുമെന്ന്. മുഹൂർത്തത്തിന് മുമ്പ് നായികയെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കാൻ ഇത് സിനിമയൊന്നുമല്ലല്ലോ, ജീവിതമല്ലേ. എങ്കിലും അതിനു മുമ്പ് പലവട്ടം ഞാൻ വിചാരിച്ചതാ നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവരണമെന്ന്. പക്ഷേ അതിനുള്ള ധൈര്യം വന്നില്ല. പിന്നെ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അതെന്തായാലും നന്നായി. അതുകൊണ്ട് എനിക്ക് ഏറ്റവും മികച്ചൊരു ജീവിതമാണല്ലോ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ലല്ലോ. പിന്നെ എന്തിനാ നമ്മൾ തമ്മിൽ അടുത്തത്, സ്വപ്നങ്ങൾ കണ്ട് വർഷങ്ങൾ കാത്തിരുന്നത്? എല്ലാം നമുക്കൊരുമിച്ച് ജീവിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. പക്ഷേ നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതെ, അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും സുമേഷ് ചേട്ടനെ പോലെ ഒരാളുടെ കയ്യിലേക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കില്ലായിരുന്നു. എൻ്റെ ഒരാഗ്രഹത്തിന് എതിര് നിന്നിട്ടില്ലാത്ത അച്ഛനാ. നമ്മുടെ കല്യാണവും അച്ഛൻ നടത്തി തന്നേനെ. പക്ഷേ അതിനു മുൻപ് ഒരു വാക്ക് പോലും പറയാതെ പോയി കളഞ്ഞില്ലേ? അതെ, പക്ഷേ നിന്റെ അമ്മാവന്മാരെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ധൈര്യം എനിക്കില്ലാതായിപ്പോയി. അതെ, നിനക്കൊഴിഞ്ഞു മാറാൻ കാരണങ്ങൾ ഒരുപാടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിടയ്ക്കൊക്കെ തോന്നാറുണ്ട് നീ എന്നോട് കാണിച്ച സ്നേഹവും പരിഗണനയെല്ലാം ആത്മാർത്ഥതയോടെ തന്നെയായിരുന്നു എന്ന്. നന്ദു, നീ അങ്ങനെയൊന്നും പറയല്ലേ. മറ്റാരേക്കാളും നീ എന്നെ മനസ്സിലാക്കിയവളല്ലേ. അതെ, എന്നാലും സത്യത്തെ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിയെന്നാണ് ഞാൻ ഈ നിമിഷം വരെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പലതവണ വിചാരിച്ചതാ നിന്നെ ഒന്ന് വിളിക്കണമായിരുന്നു, ഇല്ലെങ്കിൽ ഒരു മെസ്സേജെങ്കിലും അയക്കണമെന്ന്. പിന്നെ തോന്നി നീ പഴയതെല്ലാം മറന്ന് പുതിയ ജീവിതമായി പൊരുത്തപ്പെട്ട് പോകുമ്പോൾ എൻ്റെ ഓർമ്മകളൊന്നും വേണ്ട. അതെന്തായാലും നന്നായി. ദിവസവും 3-4 തവണ എൻ്റെ മൊബൈൽ നോക്കുന്ന ആളാണേ. അതിനിടയിൽ നിന്റെ മെസ്സേജ് എങ്ങാനും കണ്ടായിരുന്നെങ്കിൽ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? ഒരു കുട്ടിയൊക്കെ ആകുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറുമായിരിക്കും. മാറിയേ തന്നെ. ഞാനൊരു കാര്യം പറയട്ടെ? എന്താ പറയൂ. ഞാൻ ഇറങ്ങി വരട്ടെ? ഇറങ്ങി വരിക? എവിടേക്ക്? നിന്റെ അടുത്തേക്ക്.
പോയി നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോയി ജീവിക്കാം. നീ എന്തൊക്കെയാ നന്ദു പോയി പറയുന്നേ? നീ എന്താ എന്നെ കളിയാക്കുക? അല്ല, കളിയല്ല, സത്യമായിട്ടും പറഞ്ഞതാ. അതൊന്നും നടക്കൂല നന്ദു. നിനക്ക് പേടിയാണോ? അതല്ല, വൈകിയാണെങ്കിലും എൻ്റെ കല്യാണം നിശ്ചയിച്ചു. ഇനി ആ കുട്ടിയെ കൂടെ വേദനിപ്പിക്കാൻ വയ്യ. ഓഹോ, ആരാണ് ഭാഗ്യവതി? അത് കുറച്ച് ദൂരേന്നാ. ഒരു പാവപ്പെട്ട കുട്ടി. ചൊവ്വാദോഷത്തിൻ്റെ പേരിൽ വിവാഹം നടക്കാഞ്ഞതാ. അപ്പോ ജാതകം ചേരില്ലെന്ന് പറഞ്ഞല്ലേ നമ്മുടെ കല്യാണം നടത്താതിരുന്നത്? അത് പറഞ്ഞത് നിന്റെ അമ്മാവന്മാരല്ലേ. എനിക്കതിലൊന്നും വിശ്വാസമില്ല, അന്നും ഇന്നും. എന്തായാലും ഞങ്ങളുടെ ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്തായിരുന്നു. ആ പൊരുത്തം പക്ഷേ മനസ്സുകൾക്കില്ലാതെ പോയി. അതുപോട്ടെ, എപ്പോഴാ കല്യാണം? അടുത്ത മാസം 18-ന്. വലിയ ആഘോഷങ്ങളൊന്നുമില്ല. ഇവിടെ വടേരി അമ്പലത്തിൽ വെച്ച്. അല്ല, നീ ഇപ്പം എങ്ങോട്ടാ? പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി വന്നതൊന്നുമല്ല. ഞങ്ങളുടെ രാധമായി കിടപ്പിലാണെന്ന് അമ്മ പറഞ്ഞു. ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി ഇറങ്ങിയതാ. അല്ല, നിനക്കൊരു സ്കൂട്ടി ഉണ്ടായിരുന്നില്ലേ? അതെവിടെ? എനിക്കിപ്പം എൻ്റേതെന്ന് പറയാൻ ഓർമ്മകളല്ലാതെ ഒന്നുമില്ല. എല്ലാം ഓരോന്നായി നഷ്ടമായി. നിന്നെ പോലും. എന്താ നന്ദു നീ പറയുന്നേ? അകലെ നിന്നാണെങ്കിലും നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെയൊന്ന് കാണാൻ പറ്റിയല്ലോ. പോട്ടെ, ഇനിയും വൈകിയ ഇരുട്ടാവും. ഇങ്ങതാ അമ്മേ, ഞാൻ ചെയ്യാം. വേണ്ട മോളെ, ഇതെനിക്ക് അറിയാനുള്ളതേ ഉള്ളൂ. നീ ഇവിടെ ഇരിക്കേ. അല്ല മോളെ, നീ വന്നിട്ട് 2 ദിവസമായില്ലേ? ഇതുവരെ സുമേഷ് ഒന്നും വിളിച്ചില്ലല്ലോ. നീ എന്നീയല്ല ഒന്നും പറഞ്ഞാ പോകുന്നത്? ഞാൻ ചെല്ലുന്ന കാര്യമൊന്നും പറഞ്ഞില്ല അമ്മേ. എന്നുവെച്ചാ? ഇനി ഞാൻ അങ്ങോട്ടില്ല അമ്മേ. അങ്ങോട്ടില്ലേ? നീ എന്താ കളി പറയാ? കളിയല്ല, കാര്യമായിട്ടാ. എനിക്കവിടെ ജീവിക്കാൻ വയ്യ. നീ എന്താ ഈ പറയുന്നേ? അതെ അമ്മേ, കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച പോലും ഞാനിവിടെ സമാധാനത്തോടെ നിന്നിട്ടില്ല. ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് കരുതി ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു. നിങ്ങളെ വിഷമിപ്പിക്കണ്ടല്ലെന്നോർത്ത് ഞാൻ ഇതുവരെ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിന് മാത്രം എന്താ അവിടെ ഉണ്ടായത്? അവനൊരു പാവല്ലേ. അതെ, നിങ്ങളുടെ നോട്ടത്തിൽ അച്ഛനും അമ്മയും പെങ്ങളും പറയുന്നത് മാത്രം അനുസരിക്കും. അവരുടെ മുൻപിൽ ഒരു പാവം. എൻ്റെ അടുത്ത് മാത്രം ഇങ്ങനെ. എനിക്കിനി അവിടെ ജീവിക്കാൻ വയ്യ അമ്മേ. എൻ്റെ മോളെ, കുടുംബജീവിതമാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ നീ ഇങ്ങനെ ഇറങ്ങിപ്പോരുക ചെയ്യുന്നേ? അമ്മ, അവർക്ക് വേണ്ടതൊരു വേലക്കാരിയാ. അല്ല, ഇക്കാലത്ത് വേലക്കാരികൾക്ക് അതിലേറെ സ്ഥാനമുണ്ട്. മിണ്ടാതെ പ്രതികരിക്കാതെ അവർ പറയുന്ന എല്ലാം കേട്ട് അനുസരിക്കുന്ന ഒരു അടിമേനെ അവർക്ക് വേണ്ടത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ അമ്മ എന്നോട് ചോദിച്ചില്ലേ നിന്റെ സ്വർണ്ണം എന്ത് ചെയ്യുന്നു? സേഫായി വെച്ചോ എന്ന് ഞാൻ കള്ളം പറഞ്ഞതാ. പെങ്ങൾക്ക് വേണ്ടി ഒക്കെ വിറ്റ് നശിപ്പിച്ചു. ഇപ്പോൾ ഒരു പുതിയ വണ്ടി കണ്ടുവച്ചിട്ടുണ്ട്. അത് വാങ്ങാനുള്ള പണവും നമ്മൾ ഇവിടുന്ന് കൊടുക്കണം. അതൊന്നും സാരമില്ല മോളെ. അവൻ എന്തായാലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ. വിറ്റു എന്ന് പറഞ്ഞ സാധനമൊന്നും മേടിക്കാൻ അധിക താമസമൊന്നും വേണ്ട. കെട്ടുതാലിയും പൊട്ടിച്ചെറിഞ്ഞു പോരാൻ വേഗം സാധിക്കും. ഒരു ആൺതുണി ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഉണ്ണിയോട് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ പറയുമായിരിക്കും ചേച്ചി ഇവിടെ നിന്നോളെ. പക്ഷെ അവനൊരു കുടുംബമായി കഴിഞ്ഞാൽ അതൊരു ബാധ്യതയാവും മോളെ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ബന്ധത്തിന് പോലും സമ്മതിക്കില്ലായിരുന്നു. അതെ, അച്ഛനാണ് നിന്നെ കൊഞ്ചിച്ച് വഷളാക്കിയത്. നീ അച്ഛൻ്റെ രാജകുമാരിയല്ലായിരുന്നോ? ഒരു കഷ്ടപ്പാടും അറിയാതെ വളർത്തിക്കൊണ്ട് വന്നു. നിന്നെ ഒന്ന് വഴക്ക് പറയാൻ പോലും എനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. നീ അമ്പിളിമാമനെ വേണമെന്ന് പറഞ്ഞാൽ അതുപോലും അച്ഛൻ പിടിച്ചു തരുമായിരുന്നു. എന്നിട്ടെന്തായി? ജീവിതത്തിലെ ചെറിയൊരു പ്രശ്നം പോലും നേരിടാനാവാതെ. ഇതാണോ അമ്മേ ചെറിയ പ്രശ്നം? കല്യാണം കഴിച്ച് കയറി ചെല്ലുന്ന വീട്ടിൽ ആട്ടും തുപ്പും സഹിച്ച് അവർക്ക് ദാസ്യവേല ചെയ്യണോ? സുമേഷേട്ടനെങ്കിലും സ്നേഹത്തോടെ ഇന്ന് പെരുമാറിയിരുന്നെങ്കിൽ. ഒന്ന് വർത്താനം പറയാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, ഒന്ന് ഉറക്കെ കരയാൻ പോലും വയ്യ. ഇതെന്തൊരു ജീവിതം അമ്മേ.
ഇതൊക്കെ തന്നെയാ മോളെ ജീവിതം. നീ വിചാരിക്കുന്നത് പോലെ സിനിമയിൽ കാണുന്നതല്ല യഥാർത്ഥ ജീവിതം. കുഞ്ഞുനാൾ എന്തെങ്കിലും കുസൃതി കാണിച്ചതിനല്ലാതെ എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ തല്ലിയിട്ടുണ്ടോ? പക്ഷേ അവിടെ എല്ലാ കുടുംബത്തിലും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് മോളെ. അതാരും പുറത്തറിയിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് വിചാരിച്ചാൽ മതി. നാളെ ഞാനും വരാം, മാമനെയും കൂട്ടാം. ഞങ്ങൾ അവരോട് വന്ന് സംസാരിക്കാം. ഒന്നും വേണ്ട അമ്മേ, ഞാൻ പോയിക്കോളാം. എനിക്ക് വേണ്ടി സംസാരിക്കാൻ വന്ന് നിങ്ങളും കൂടെ വെറുതെ നാണം കിടണ്ട. അമ്മേ, ആ, നീ ഇത്ര രാവിലെ ഒരുങ്ങിയോ? പോവാണോ? നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൊണ്ടാക്കാം. ഇതിന് ഞാൻ അങ്ങോട്ടാ പോകുന്നതെന്ന് ആരാ പറഞ്ഞത്? പിന്നെ പേടിക്കണ്ട, മരിക്കാനൊന്നുമല്ല. പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കാനാണോ? അതെന്താ, ഒറ്റയ്ക്ക് ജീവിച്ചൂടെ? നീ വിചാരിക്കുന്നത് പോലെ പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ അത്ര എളുപ്പമല്ല. അമ്മ, ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല ഓരോ പെണ്ണുങ്ങളും സഹിക്കുന്നത്. നിങ്ങളെപ്പോലെയുള്ളവരുടെ ദുരഭിമാനത്തിന്റെ പേരില. എന്ത് മണ്ടത്തിനാ നീ പറയുന്നേ? ജീവിതം ഒന്നല്ലേ ഉള്ളൂ. നീ ആത്മഹത്യ ചെയ്താ നിനക്ക് പകരം വേറൊരാൾ വരും. അവരോടും അതെങ്ങനെ തന്നെ ചെയ്യും. ഇത്തരക്കാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് മാതൃകപരമായി ശിക്ഷിക്കണം. ഈ ധൈര്യമായിരിക്കെ. നിയമപരമായ എന്ത് സഹായത്തിനും ഞാനുണ്ട് കൂടെ.